ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജേഷ് ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റവ കൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഗുലാബ് ജാമുൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഗുലാബ് ജാമുൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യൊന്ന് മെൽറ്റായതിനു ശേഷം 1 കപ്പ് റവയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ ചേർത്ത് കൊടുത്താൽ മതി. റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കണം. സിമ്മിലിട്ട് ഈ റവ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഈ റവ നന്നായിട്ട് ചൂടായി കിട്ടും. റവ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഈ പാലും റവയുമായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇപ്പോഴും ഫ്ലെയിം സിമ്മിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റവയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലോട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഈ മിക്സ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുവാണ്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഇതുപോലൊരു കപ്പിൽ നിറച്ചും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് 125 ml അളവ് കപ്പാണ്. ഇതിന് നമ്മൾ 1/2 കപ്പ് എന്നാണ് അളവ് കണക്കിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലോട്ട് പഞ്ചസാര അളന്ന അതേ കപ്പിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലെയിം മീഡിയത്തിലോ സിമ്മിലോ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഈ വെള്ളത്തിലോട്ട് അലിഞ്ഞു വരണം. പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് 3-4 ഏലക്ക ചതച്ചത് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. ഇപ്പം ഈ സിറപ്പ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് ആ വെള്ളത്തിൻ്റെ പാകമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന റവയുടെ മിക്സൊക്കെ ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കുഴയ്ക്കുമ്പോൾ കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കത്തുമില്ല. നമ്മളിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഈ മിക്സിൽ നിന്നും ചെറിയൊരു പോർഷൻ കയ്യിലോട്ട് എടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലോട്ട് വെച്ച് നന്നായിട്ട് 2 കൈയുടെയും കൈവെള്ള കൂട്ടി നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഈ ഒരു രീതിയിലാണ് ഇത് ബോൾസ് ആക്കി എടുക്കേണ്ടത്. ഇതുപോലെ കൈവെള്ളയിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ചെറിയ ബോൾസ് കിട്ടും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മിക്സും കൂടി ബോൾസ് ആക്കി മാറ്റാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഈ ബോൾസ് വറുത്തെടുക്കുന്നതിനായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റുക. അതിനുശേഷം ഓരോ ബോൾസും ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് ബോൾസ് ഇളക്കി കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഈ എണ്ണയൊന്ന് ഇളക്കി കൊടുത്താൽ മതി.
ഇടയ്ക്കിടയ്ക്ക് സാവധാനം മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ഞാൻ വറുത്തു കോരിയ ബോൾസ് എല്ലാം ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണയായിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഈ ബോൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത് പൊട്ടിപ്പോയേക്കാം. ഞാനിത് ഈ ഷുഗർ സിറപ്പിൽ ഒരു 2 മണിക്കൂറോളം ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഈ ബോൾസിലോട്ട് അബ്സോർബ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല സ്വീറ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഗുലാബ് ജാമുൻ ഷുഗറൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.